DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഭൂരിഭാഗം പേർക്കും ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. അക്കൗണ്ടിലുള്ള തുക മാത്രമാണ് സാധാരണ നമുക്ക് പിൻവലിക്കാൻ കഴിയുക. എന്നാൽ അക്കൗണ്ടിലും കയ്യിലും പണമില്ലാത്ത സമയത്ത് 10,000 രൂപ വരെയൊക്കെ ആവശ്യം വന്നാൽ ആ തുക കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രത്യേക പദ്ധതിയിലൂടെ നമുക്ക് പ്രത്യേക അക്കൗണ്ടിൽ നിന്ന് ലഭിക്കുമെന്ന് പലർക്കും അറിയില്ല. ഇതിന്റെ വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. കയ്യിൽ പണമില്ലാത്ത, അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലാത്ത അടിയന്തര സാഹചര്യങ്ങൾ സാധാരണക്കാർക്ക് ഉണ്ടാകാറുണ്ട്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരവുമായാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി അവതരിപ്പിച്ചത്. അക്കൗണ്ടിൽ പണമില്ലാത്തപ്പോഴും നിങ്ങൾക്ക് 10,000 രൂപ വരെ പിൻവലിക്കാൻ സാധിക്കും. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക പദ്ധതിയിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. അതായത് പ്രധാനമന്ത്രി ജൻധൻ യോജന അഥവാ PMJDY പദ്ധതി വഴിയാണ് ഇത് സാധ്യമാകുന്നത്. രാജ്യത്തെ എല്ലാ കുടുംബങ്ങൾക്കും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2014 ഓഗസ്റ്റ് 28-ന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും സാധാരണക്കാർക്കും ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കും ലളിതമായ രീതിയിൽ അക്കൗണ്ട് തുടങ്ങാൻ ഈ പദ്ധതി സഹായിക്കുന്നു. ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. ജൻധൻ അക്കൗണ്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ മിനിമം ബാലൻസ് തുക സൂക്ഷിക്കേണ്ടതില്ല എന്നതാണ്. സീറോ ബാലൻസ് അക്കൗണ്ടുകളായതിനാൽ സാധാരണക്കാർക്ക് മിനിമം ബാലൻസ് പിഴയെ പേടിക്കാതെ പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സാധിക്കും. കൂടാതെ സാധാരണ സേവിങ്സ് അക്കൗണ്ടുകൾക്ക് ലഭിക്കുന്ന പലിശ ഈ അക്കൗണ്ടിലെ നിക്ഷേപങ്ങൾക്കും ലഭിക്കുന്നതാണ്. ജൻധൻ അക്കൗണ്ട് ഉടമകൾക്ക് സൗജന്യമായി റുപേ ഡെബിറ്റ് കാർഡ് ലഭിക്കും. ഇതുപയോഗിച്ച് ATMകളിൽ നിന്ന് പണം പിൻവലിക്കാനും സാധനങ്ങൾ വാങ്ങാനും സാധിക്കും. ഈ കാർഡിനോടൊപ്പം 2 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയും ഗുണഭോക്താക്കൾക്ക് ലഭിക്കും. കേന്ദ്ര സർക്കാരിൻ്റെയും ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെയും ധനസഹായമൊക്കെ ഇടനിലക്കാരിലേക്ക് പോകാതെ തന്നെ ആധാറുമായി ലിങ്ക് ചെയ്ത യഥാർത്ഥ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നുണ്ട്. പൗരന്മാർക്കുള്ള ധനസഹായ പദ്ധതികളിലെ വിതരണം കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമാണ് നടത്തുന്നത്. PM കിസാൻ, ക്ഷേമ പെൻഷൻ തുടങ്ങി സർക്കാരിൻ്റെ പല ആനുകൂല്യങ്ങളും ഈ ജൻധൻ അക്കൗണ്ട് വഴിയാണ് പാവപ്പെട്ടവർക്ക് പ്രധാനമായും ലഭിക്കുന്നത്. ഇന്ത്യയിൽ നിലവിൽ 57.71 കോടിയിലധികം ജൻധൻ അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് ഏറ്റവും പുതിയ ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏതൊരു പൊതുമേഖലാ സ്വകാര്യ മേഖലാ ബാങ്കുകളിലും നിങ്ങൾക്ക് ജൻധൻ അക്കൗണ്ട് ആരംഭിക്കാവുന്നതാണ്. ജൻധൻ അക്കൗണ്ട് ആരംഭിച്ച 6 മാസക്കാലം കൃത്യമായ ഇടപാടുകൾ നടത്തുന്നവർക്ക് ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം ലഭ്യമാണ്. അതായത് അക്കൗണ്ടിൽ പണമില്ലെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ 10,000 രൂപ വരെ ബാങ്കിൽ നിന്നും വായ്പയായി എടുക്കാൻ കഴിയും. അതായത് പ്രധാനമന്ത്രി ജൻധൻ യോജന അഥവാ PMJDY പദ്ധതി പ്രകാരമുള്ള സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് ഉള്ളവർക്ക് നിബന്ധനകൾ പാലിച്ചാൽ 10,000 രൂപ വരെ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം നേടാം. അക്കൗണ്ടിൽ പണമില്ലെങ്കിലും ഒരു നിശ്ചിത തുക വരെ പിൻവലിക്കാൻ ബാങ്ക് നൽകുന്ന സൗകര്യമാണ് ഓവർ ഡ്രാഫ്റ്റ്. ഇതൊരു ചെറിയ കാലത്തേക്കുള്ള ലോൺ പോലെയാണ്. ഇതിന് ബാങ്ക് പലിശ ഈടാക്കും. ജൻധൻ യോജനയിൽ ഈ പരിധി ആദ്യം 5,000 രൂപയായിരുന്നു, പിന്നീട് അത് 10,000 രൂപയായി ഉയർത്തി. പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ട് ഉടമകൾക്ക് അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലാത്ത സാഹചര്യത്തിലും 10,000 രൂപ വരെ ഓവർ ഡ്രാഫ്റ്റ് വായ്പയായി ലഭിക്കുന്നതിന് കൃത്യമായ ചില മാനദണ്ഡങ്ങളുണ്ട്. അപേക്ഷകന്റെ അക്കൗണ്ട് ആരംഭിച്ച് കുറഞ്ഞത് 6 മാസമെങ്കിലും പിന്നിട്ടിരിക്കണമെന്നതും ഈ കാലയളവിൽ അക്കൗണ്ടിൽ തൃപ്തികരമായ രീതിയിൽ പണമിടപാടുകൾ നടത്തിയിരിക്കണമെന്നതുമാണ് പ്രധാന നിബന്ധന. അക്കൗണ്ട് ഉടമയുടെ പ്രായം 18-നും 65-നും ഇടയിലായിരിക്കണം. കൂടാതെ അക്കൗണ്ട് നിർബന്ധമായും ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കണം. ഒരു കുടുംബത്തിലെ ഒരാൾക്ക് മാത്രമേ ഈ വായ്പാ സൗകര്യം ലഭിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ആദ്യത്തെ 2,000 രൂപ വരെയുള്ള വായ്പയ്ക്ക് യാതൊരു നിബന്ധനകളും ഇല്ലാതെ തന്നെ അനുമതി ലഭിക്കുമെങ്കിലും എന്നാൽ 2,000 രൂപയ്ക്ക് മുകളിലുള്ള തുകയ്ക്ക് ബാങ്കിന്റെ പരിശോധനകളും ഉപഭോക്താവിന്റെ ക്രെഡിറ്റ് ഹിസ്റ്ററിയും പരിഗണിക്കുന്നതാണ്. ഇതൊരു സൗജന്യ പണമല്ല, മറിച്ചൊരു വായ്പയാണ്. അതിനാൽ പലിശ നൽകേണ്ടി വരും. ബാങ്കുകൾക്കനുസരിച്ച് പലിശ നിരക്ക് മാറും. സാധാരണയായി 2% മുതൽ 12% വരെയാണ് ഈടാക്കുന്നത്. ATM വഴി ഈ പണം പിൻവലിക്കാം. കൃത്യസമയത്ത് പലിശയടക്കം തിരിച്ചടച്ചില്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സൗകര്യമേറെ ഉപകാരപ്രദമാണ്. സർക്കാർ നൽകുന്ന സബ്സിഡികൾ, പെൻഷനുകൾ, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ നേരിട്ട് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതിന് ജൻധൻ അക്കൗണ്ട് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ കൃത്യസമയത്ത് പണം ലഭിക്കാൻ ഇത് സഹായിക്കുന്നു. കൂടാതെ അടൽ പെൻഷൻ യോജന, മറ്റ് ഇൻഷുറൻസ് പദ്ധതികൾ എന്നിവയുമായി ഈ അക്കൗണ്ടിനെ എളുപ്പത്തിൽ ബന്ധിപ്പിക്കാനും സാധിക്കും. എന്തായാലും അത്യാവശ്യ ഘട്ടങ്ങളിൽ കയ്യിൽ പണമില്ലാത്ത സമയത്ത് 10,000 രൂപ വരെ പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ടിലൂടെ ലഭിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ്. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച അക്കൗണ്ട് ആയതിനാൽ ജൻധൻ സേവിങ്സ് അക്കൗണ്ടുകൾക്ക് ചില നിയന്ത്രണങ്ങളുണ്ട്. പൂർണ്ണമായും KYC മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ജൻധൻ അക്കൗണ്ടിൽ എത്ര തുക വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാമെങ്കിലും നിയന്ത്രിത KYC ചെയ്ത ജൻധൻ സ്മോൾ അക്കൗണ്ടുകളിൽ 1 വർഷത്തിൽ 1 ലക്ഷം രൂപയിൽ കൂടുതൽ
ഡെപ്പോസിറ്റ് സാധിക്കില്ല. അതിൽ കൂടുതൽ വന്നാൽ ജൻധൻ അക്കൗണ്ട് ഒരു സാധാരണ SB അക്കൗണ്ടായി മാറുന്നതാണ്. ജൻധൻ അക്കൗണ്ടിലെ ബാലൻസ് തുക 50,000 രൂപയിൽ കൂടരുത്. അതുപോലെ ATM വഴിയോ ബാങ്കിൽ നിന്ന് നേരിട്ടോ പരമാവധി 4 പിൻവലിക്കൽ മാത്രമേ ഒരു മാസം നടത്തുവാൻ കഴിയുകയുള്ളൂ. 4-ൽ കൂടുതൽ പിൻവലിക്കൽ ഒരു മാസം നടത്തിയാൽ ചിലപ്പോൾ സർവീസ് ചാർജ് നൽകേണ്ടി വരും. ATM വഴി ഒരു ദിവസം പരമാവധി 10,000 രൂപ വരെയൊക്കെയാണ് പിൻവലിക്കാൻ കഴിയുക. ജൻധൻ അക്കൗണ്ട് നിങ്ങൾക്കൊരു സാധാരണ നോർമൽ SBI അക്കൗണ്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റാവുന്നതാണ്. അത് ബാങ്ക് അക്കൗണ്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ ഡെപ്പോസിറ്റ് ബാലൻസിലുമൊക്കെയുള്ള പരിധികൾ അവസാനിപ്പിച്ച് സാധാരണ SB അക്കൗണ്ട് പോലെ തുടർന്ന് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണ്. ഓരോ മാസവും അധികം ട്രാൻസാക്ഷൻ ഒന്നും ആവശ്യമില്ലാത്ത പെൻഷൻ ലഭിക്കുന്നവർക്കും സ്കോളർഷിപ്പ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കുമെല്ലാം വളരെ അനുയോജ്യമായ ഒന്നാണ് ജൻധൻ ബാങ്ക് അക്കൗണ്ട്. മിനിമം ബാലൻസ്, അധികം സർവീസ് ചാർജുകളോ ഒന്നും ഇതിൽ നിന്നും ഈടാക്കുന്നതല്ല. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.